ഓക്കെ, എനിക്ക് വന്ന തുറമുഖത്തിന് പൈസ പുള്ളി എന്നെ ചീറ്റ് ചെയ്തു. ഈ രണ്ടാമത് കൊണ്ടുപോയി പുള്ളി പണം വെക്കാൻ പോയി. ഞാൻ പോയി ഫോട്ടോപ്പിയൊക്കെ ചെയ്യുന്നത് ലീഗലായിട്ടുള്ള കോടതിയുണ്ട്. ഇപ്പൊ മുള്ളിക്ക് പ്രശ്നമുണ്ടെങ്കിൽ മുള്ളിക്ക് കോടതിയെ സമീപിക്കാം. ഓസ്ട്രേലിയൻ കോർട്ട് ഇന്ത്യൻ കോർട്ട് പോലെ അല്ല. 30 ദിവസത്തിനുള്ള ഒരു തീരുമാനമാണ്. ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒരു രാജ്യം തമ്മിലുള്ള ബന്ധമാണിത്. ഓസ്ട്രേലിയ അല്ല, നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നമ്മൾ പറയുന്നതിന്റെ അകത്ത് കയറി പിടിക്കുന്നുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം നിനക്കും അറിയാം എനിക്കും അറിയാം, ഇത്രയും ജനസംഖ്യയുള്ള നാടാണ്. ഓക്കെ, ഇവിടെ ഒരു സാധനം ഒരു കാര്യം നടന്നു വരിക എന്ന് പറയുമ്പോൾ ടൈം എടുക്കും. പക്ഷെ ഓസ്ട്രേലിയ പോലുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരില്ല. അതായത് കേരളത്തിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ഓസ്ട്രേലിയ മൊത്തം. ഓസ്ട്രേലിയ എന്നൊക്കെ ഒരു കോണ്ടിനെന്റ് ആണ്. അതായത് ഓസ്ട്രേലിയക്കകത്ത് തന്നെ പല സ്റ്റേറ്റുകളിൽ 2-3 മണിക്കൂർ ഡിഫറൻസിലാണ്. 3 മണിക്കൂർ, അതായത് ഒരിടത്ത് 10 മണി ആയാൽ മറ്റൊരിടത്ത് 2 മണി, അത്രയും ഡിഫറൻസ് ഉള്ള വലിയ രാജ്യമാണ്. ആ വലിയ രാജ്യത്ത് കേരളത്തിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ അവിടെ. എന്നിട്ട് അവിടുത്തെ നിയമവ്യവസ്ഥയും എല്ലാം വന്ന് ഫാസ്റ്റായിട്ട് തീരും. ഇവിടെ എന്ന് പറയുമ്പോൾ ഇത്രയും ജനങ്ങളുണ്ട്. ഇത്രയും ജനങ്ങൾക്ക് എത്ര കോടതിയുണ്ട് ഇവിടെ? ഒരു കോടതി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ വരണ ആവശ്യമുള്ള കേസ് ഇപ്പൊ പറയുക, എന്ന് റിലീസായതാണ്, കോവിഡിന് മുന്നേ റിലീസായതല്ലേ. റിലീസായ അന്ന് തൊട്ട് ഈ കേസ് 4 വർഷമായി കൊമേഴ്ഷ്യൽ കോർട്ടിലാണ് കോർട്ട് കിടക്കുന്നത്. ഈ കേസ് കിടക്കുന്നത് കൊമേഴ്ഷ്യൽ കോർട്ടിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നായിരുന്നു റൂളിംഗ് വന്നിരുന്നത്. 6 മാസം കൊണ്ട് ബിസിനസ്സുകാർക്ക് വേണ്ടി രൂപീകരിച്ച ഒരു കോർട്ടാണ് കൊമേഴ്ഷ്യൽ കോർട്ട്. ഈ കൊമേഴ്ഷ്യൽ കോർട്ടിൽ 4 വർഷമായിട്ട് ഈ സാധനം കിടക്കുക. അതായത് അവര് പൈസ കെട്ടി വെച്ചു, എല്ലാ ദിവസവും വരുമ്പോഴത്തേക്ക് ഒന്നിനി മാറ്റി വയ്ക്കുക, അവിടെ മാറ്റി വയ്ക്കുക, ആളില്ല, അങ്ങനെ മാറി പൊക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ നിയമവ്യവസ്ഥ ഇവിടെ. ഓസ്ട്രേലിയ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ലീനിയന്റ് ആണ്. ആൾക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കും. 10 പ്രാവശ്യം നിങ്ങൾ കോർട്ടിൽ വന്നില്ലെങ്കിൽ 14 പ്രാവശ്യം നിങ്ങൾക്ക് ഒരു ലീനിയൻസി ഉണ്ട്. ഓസ്ട്രേലിയയിൽ വന്ന് 2 പ്രാവശ്യം നിങ്ങൾ വന്നില്ലെങ്കിൽ എക്സ്പാർട്ടിയായി, വിധിയായി. അതാണ് അവിടെ ഇവിടെ ആയിട്ടുള്ള വ്യത്യാസം. അല്ലാതെ ഇവിടുത്തെ നിയമവ്യവസ്ഥകളൊന്നും തെറ്റാണെന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല. എന്റെ ഇഷ്യൂ ഈ മിനിസ്റ്ററോ അല്ലെങ്കിൽ ഇവരോ ഒന്നുമല്ല. എന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പല ബിസിനസ് ചെയ്യുന്ന ആളാണ്. അതായത് ഇപ്പൊ കഴിഞ്ഞ നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്ന പ്രസ് കോൺഫറൻസിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഞാൻ അനധികൃതമായിട്ട് ഹോട്ടൽ നടത്തുവാണ്. അത് നിങ്ങളെല്ലാവരും കേട്ടാണെങ്കിലോ. ഇപ്പോഴും നിങ്ങൾക്ക് എല്ലാവരും വെൽക്കം. ആലപ്പുഴ അടുത്ത സ്ഥലമല്ലേ. 4 ഫ്ലോർ ആയ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാത്തൊരു ബിൽഡിംഗ് ആയിട്ടുള്ളൂ. ഒന്ന്. രണ്ടാമത് അത് ഇന്ത്യൻ ബാങ്കിന്റെ, അത് ഇവിടുത്തെ നമ്മുടെ ഇന്ത്യൻ ബാങ്കിന്റെ ഡ്രീം പ്രൊജക്ട് ആണ് അത്. ഓക്കെ, അവര് ഫണ്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രൊജക്ട് ആണ്. ഓക്കെ, ഞാൻ ഒന്ന് ഫോറിൻ ഫണ്ടിങ് യൂസ് ചെയ്തല്ല ഞാൻ പ്രൊജക്ട് ചെയ്തത്. ഇന്ത്യൻ ബാങ്കിന്റെ അവര് ഫണ്ട് ചെയ്ത് ഒരു ബാങ്ക് ഫണ്ട്, അത്രയും വലിയൊരു ഗവൺമെന്റ് ബാങ്ക് ഫണ്ട് ചെയ്യണമെങ്കിൽ അത്രയും പേപ്പർ വർക്ക്സ് കറക്റ്റ് അല്ലാത്തടത്ത് ഫണ്ട് ആവുമോ? നമുക്ക് ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും ഇരുന്ന് ഏത് കാര്യങ്ങളും പറയാം. ആ മുരളി ഇവിടെ നടത്തിയ പ്രസ് കോൺഫറൻസിന് നിങ്ങൾക്ക് തെളിയിക്കാനുള്ള ആ പോയിന്റിലോട്ട് നമുക്ക് പോകാം. നമ്മൾ മിനിസ്റ്റേഴ്സിന്റെ കാര്യം പറയുന്നത് മിനിസ്റ്റേഴ്സ് അല്ല, രാഷ്ട്രീയക്കാരുടെ പേര് ഇതിനകത്ത് വരാൻ കാരണം ഇത്രയേ ഉള്ളൂ. ഞാനിപ്പം കണ്ണൂർ പോയിട്ട് ഞാൻ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഡിവൈഎസ്പി പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പവർ ഒന്നും യൂസ് ചെയ്തില്ലേ? ഇത് വന്ന് കണ്ണൂരിലെ കുറെ എല്ലാവരും വന്ന് പ്രഷറുണ്ട്, നിങ്ങൾ പവർ ഒന്നും യൂസ് ചെയ്തില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിനകത്ത് എനിക്ക് മറുത്തായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ ഓസ്ട്രേലിയയില് ഞങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ വന്ന് ഈ ബ്യൂറോക്രാറ്റ്സും ഡിപ്ലോമാറ്റ്സും എന്നാണ് പറയുന്നത്. ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്ന ഓഫീസിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരും, ഡിപ്ലോമാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മിനിസ്റ്റേഴ്സും അങ്ങനെയുള്ള പാർട്ടിയിലെ ആൾക്കാരും. പാർട്ടിക്ക് ഒരു റോളും ബ്യൂറോക്രാറ്റ്സിന്റെ അടുത്തില്ല. അതായത് പാർട്ടി റൂൾ ഉണ്ടാക്കാനുള്ളതാണ്, റൂള് നടപ്പിലാക്കുന്നതാണ് ബ്യൂറോക്രാറ്റ്സ്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം, വളരെ വളരെ ചെറിയൊരു എക്സാമ്പിൾ പറയാം. എനിക്കൊരു 2020 എനിക്ക് ബോർഡർ ഫോഴ്സിൽ ഒരു ചെക്ക് വന്നായിരുന്നു. ആസ് യൂഷ്വൽ നോർമൽ ചെക്ക് വന്നു വെച്ചാൽ അത്രയും എംപ്ലോയീസ് ഉള്ളതാണ് ഓഫീസിൽ. ചെക്ക് വന്നപ്പം മിനിസ്റ്റേഴ്സ് എല്ലാം എപ്പോഴും നമ്മുടെ ഓഫീസിൽ കയറി ഇറങ്ങുന്നത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു മിനിസ്റ്ററിനോട്, ഒരു മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് പ്രൈം മിനിസ്റ്റർ ടു പ്രൈം മിനിസ്റ്റർ, ഓസ്ട്രേലിയയുടെ അസിസ്റ്റന്റ് പ്രൈം മിനിസ്റ്റർ ആണ്. ആ പ്രൈം മിനിസ്റ്റർ പുള്ളി ഓഫീസിൽ ഞാൻ പറഞ്ഞ ഒരു ചെക്ക് വന്നിട്ടുണ്ട്. പുള്ളി പറഞ്ഞു ഡോണ്ട് വറി, ഞാൻ ഡീൽ ചെയ്തോളാം. ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്, ഞങ്ങൾ ഡീൽ ചെയ്തോളാം, ഇലക്ഷൻ ടൈം കൂടെ ഞങ്ങൾ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഉടനെ പുള്ളിയുടെ ലെറ്റർ, ഓസ്ട്രേലിയൻ വലിയ ലെറ്റർ ഹെഡിൽ ലെറ്റർ എടുത്ത് ബ്യൂറോക്രാറ്റിനെ എഴുതുന്നു, പ്ലീസ് ഡോണ്ട് കമൻസ് ആക്ഷൻ അഗെയിൻസ്റ്റ്, ഇന്ന കമ്പനിക്കെതിരെ ആക്ഷനോ അല്ലെങ്കിൽ എൻക്വയറിയോ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ലെറ്റർ അയക്കുന്നു. ലെറ്റർ അയച്ചതിന്റെ 3-ാം ദിവസം എനിക്ക് സസ്പെൻഷൻ വരും. ഓക്കെ, അത് അങ്ങനെ ഒരു രാജ്യം. അതായത് നമ്മൾ എപ്പം മുകളിലെ പവർ യൂസ് ചെയ്യുന്നു ബ്യൂറോക്രാറ്റ്സ് വന്ന് അപ്പോഴേ തട്ടും. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്, കോടതി പോയി കേസ് വിൻ ചെയ്യാം. പക്ഷെ ഒരിക്കലും നമ്മൾ മുകളിൽ ഒരു പവർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു
രാജ്യത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ഇന്നേ വരെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷനിൽ നിന്ന് DGPക്ക് ലെറ്റർ പോയി ഇത്ര ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ഇതുപറ്റി അന്വേഷിക്കണം, ഇതിനെപ്പറ്റി അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് DGPക്ക് ലെറ്റർ പോയിട്ടുണ്ടായിരുന്നു. അത് ഫോർമൽ ചാനലിലല്ലാതെ ഒരു ഇടപെടല് ഒരു മിനിസ്റ്ററിനെ ഞാൻ പോയി കണ്ടിട്ടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ ഞാൻ കണ്ടിട്ടില്ല. മീഡിയയിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ വന്നു, ആ ഡിസ്കഷൻ ഞാൻ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലുള്ള പ്രൂഫ് വെച്ച് ഞാൻ എന്തെങ്കിലുള്ള പ്രൂഫും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഇവിടെ പറയുന്നു. അതിന്റെ അപ്പുറം എനിക്ക് രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ആൾക്കാരുടെ പേരോ അതൊന്നും എന്നെ സംബന്ധിച്ചോളം ഒരു ഇഷ്യൂ അല്ല. എനിക്കൊരു ബിസിനസ് ചെയ്ത് എനിക്കിവിടെ ലോസ് ഞാൻ സഹിക്കാൻ റെഡിയാണ്. എന്റെ ഭാര്യയും എന്റെ പിള്ളേരെയും ഈ ഇതിലോട്ട് പിടിച്ചിടും. 21 വയസ്സായിട്ടുള്ള മോന്, അത് ഇന്ത്യ വന്നിട്ട് വല്ല 5 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ വരുന്ന പയ്യനാണ്, അവനെയും പിടിച്ച് കേസിനകത്തിട്ട്. അങ്ങനെ വരുമ്പോഴുള്ള വിഷമം കാരണം നമ്മൾ സംസാരിക്കുന്നു. അതായത് ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് ഇതെന്നാന്നുള്ള കാര്യം അതിൽ കൂടുതലായിട്ട് ആരെയും കുറ്റപ്പെടുത്തുക ആ രീതിയിലല്ല നമ്മൾ അങ്ങനെ ടേക്ക് ചെയ്യരുത്. അതായത് മുരളി വന്ന് സംസാരിച്ചു, മുരളിക്ക് സംസാരിച്ചതിനകത്ത് നിങ്ങൾ കുറെ കാര്യങ്ങൾ കേട്ടു, അതിനകത്ത് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി തരാം. അതായത് മുരളി നിങ്ങൾക്ക് എഗ്രിമെന്റ് തന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ആ എഗ്രിമെന്റ് അത് വളരെ വ്യക്തമായിട്ട് എടുത്തുകൊണ്ട് ഓസ്ട്രേലിയൻ കോടതി മാത്രമേ നിൽക്കത്തുള്ളൂ. പിന്നെ എങ്ങനെ ഇവിടെ പോലീസ് കേസ് എടുത്തു, FIR എങ്ങനെ എടുത്തു പോലീസ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനെല്ലാം നിങ്ങൾ മീഡിയയിലുള്ളവരാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എന്നെ സംബന്ധിച്ചോളം എത്രയോ 4 FIR വന്നു അല്ലെങ്കിൽ 10 FIR വന്നാലും അത് ലീഗലായിട്ട് നീങ്ങാനായിട്ട് എന്റെ ലോറിനെ വെച്ചാൽ മതി, ലീഗലായിട്ട് നീങ്ങും. എനിക്ക് അതല്ല പ്രശ്നം. ഒരു കേസ് വരുന്നു, പിറ്റേ ദിവസം രാവിലെ പ്രമുഖ ന്യൂസ് പേപ്പർ വന്ന് തട്ടിപ്പ് 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 തട്ടിപ്പ്. ഇത് എന്ത് തട്ടിപ്പാണ്? എവിടെയാണ് തട്ടിപ്പ്? അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഈ തട്ടിപ്പ് തട്ടിപ്പ് തട്ടിപ്പ്, ഈ ഫ്രോഡ് ഫ്രോഡ് ഫ്രോഡ്, ഇത് എന്ത് ഫ്രോഡാണ്? ഇത്രയും പൈസ കളഞ്ഞിട്ട് എന്ത് ഫ്രോഡാണ്? ഇത് മാത്രമേ ഇതിന്റെ നമ്മുടെ ഇന്നത്തെ പ്രസ് കോൺഫറൻസിനകത്ത് അത് മാത്രം, ഇത് ഫ്രോഡല്ല. പൈസ പോയത് എന്റെയാണ്, ഞാനാണ് അനുഭവിക്കുന്നത്, എന്റെ ഫാമിലിയാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. അത്രയും മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ. കേരളത്തിലെ എല്ലാ മൂവികളും എടുക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ആടുജീവിതം പോലെ വലിയ മൂവിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ട് കിട്ടാതെ ഇങ്ങനെ ഒരു ഫ്രോഡ് കമ്പനി ആണെന്നുള്ള പേരിൽ റിജക്ട് ചെയ്ത വല്ലതാണ്. ആടുജീവിതം 2 വർഷം മുമ്പ് ബ്ലെസ്സി സാറിന്റെ ഞാൻ ഒരു ഓഫർ കൊടുത്തിരുന്നു. ഓഫർ കൊടുത്തു. ബ്ലെസ്സി സാർ എന്നോട് പറഞ്ഞു ആ ടൈം ആകുമ്പോഴത്തേക്ക് പറയാം, റിലീസിന്റെ ടൈം ആകുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. ആടുജീവിതം 2 years ബിഫോർ GCC എന്ന് പറഞ്ഞ കൺട്രിയിൽ അത് ബ്രാൻഡായിരുന്നു. ആ പടം ഇറക്കാൻ ഒക്കാത്ത രീതിയിലാണ് ഷൂട്ട് ചെയ്ത് അവർ പ്ലാൻ ചെയ്തത്. അന്നേരം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ റേഞ്ചിൽ അതിനകത്ത് എൻ്റെ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പടമല്ല. പടം വന്ന് നല്ല ക്ലാസ് ഫിലിമായിരിക്കും, പക്ഷെ കൊമേഴ്ഷ്യൽ. ഇപ്പം ഞാൻ പ്യുവർ ബിസിനസ്മാൻ, നമ്മൾ പൈസ എടുക്കാനുള്ളതാണ്. ഈ പൈസ കിട്ടാൻ ഒരു നോൺ കൊമേഴ്ഷ്യൽ മൂവി എടുത്ത് അവാർഡ് കിട്ടുന്ന മൂവിയുടെ നമുക്ക് പോവോ എന്നുള്ളൊരു എന്റെ തെറ്റായ ധാരണ. പക്ഷെ അതിന്റെ കളക്ഷൻ മഞ്ഞുമലയിൽ ബോയ്സിന് തമിഴിൽ വളരെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. കളക്ഷൻ വന്ന് ഭയങ്കര ഹൈ ആയിട്ട് പോയി. ഞാനത് അതായിരിക്കും മലയാളത്തിൽ ഏറ്റവും ഇതുവരെ ഉള്ള ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മൂവിയാണ്. ഞാൻ അതുകൊണ്ട് മഞ്ഞുമലയിലായിരിക്കും ഏറ്റവും ഹൈ കളക്ഷൻ പ്രതീക്ഷിച്ചു. പക്ഷെ അതിന്റെയൊക്കെ ഒരാഴ്ച കൊണ്ട് ആടുജീവിതം അത് കവർ ചെയ്ത് പോയി. പിന്നെ സാറ് ചോദിച്ചാൽ ഒരേ ഒരു ആൻസർ ഞാൻ പറയേണ്ടത് ഈ പ്രശ്നം കാരണം ഹൃദയഹരിയ പ്രണയകഥാനിയും കേട്ടിട്ടുണ്ടോ? ഒരു പടം, ഓക്കെ, അജിത്ത് എന്നാണ്. ഈ ന്യൂസ് വന്നപ്പോഴത്തേക്ക് അജിത്ത് വന്ന് ആദ്യം വിളിക്കുന്നത് ഉണ്ണികൃഷ്ണനെ വിളിച്ചിട്ട് പറയുന്നു, സാറേ എന്റെ ലൈഫാണ്, ഞാൻ 1.5 കോടി കൊടുത്ത് എടുത്തേക്കുന്ന പടമാണ്, ഓക്കെ, വേൾഡ് വൈഡ് എന്റെ ലൈഫാണ്, എനിക്കിനി ഇത് മുന്നോട്ട് വേറൊരു മാർഗമില്ല. ഈ പടം ചെയ്തിട്ട് വേണം, അതിൻ്റെ അകത്ത് കിട്ടിയിട്ട് വേണം എനിക്ക് ജീവിക്കാൻ. ഈ ന്യൂസ് എല്ലാം വരുന്നത് എനിക്ക് പേടിയാണ് ചെയ്യാനുള്ളത്. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, അത് ശിവനോട് സംസാരിക്കുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ അവസ്ഥ, എനിക്ക് പേടിയാണ്, എന്തെങ്കിലും വഴി നിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് വേറെ മാർഗമില്ല, ഞാൻ പോയി സൂസൈഡ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ ശിവനുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സാർ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ആ പടം ഞാൻ പൈസ തിരിച്ചു തന്നെ ആ പാടം എനിക്ക് തിരിച്ചു തരണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, പൈസ തിരിച്ചു തന്നോ, ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ഗോകുലത്തിന് ഞങ്ങൾ കൊടുക്കുക പടം. ഗോകുലത്തിനൊക്കെ പോയി ഗോകുലത്തിന്റെ പടവും കഷ്ടത്തോട് ഞാൻ തന്നെ ചെയ്യുന്നത്. എല്ലാവരും അവരെടുത്ത് കഴിഞ്ഞാൽ GCC ബാലൻസ് ഞാൻ ഏത് പടമാണെങ്കിലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റ് വേൾഡ് ഞാൻ ചെയ്യും. GCC കഴിഞ്ഞിട്ടുള്ള ഗോകുലം പറഞ്ഞ് ഗോകുലം പടം എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് എന്തോ ഒരു സംഭവത്തില് അവര് ഇതുവരെ പൈസ, ഇന്നത്തെ സിറ്റുവേഷനിൽ എനിക്ക് 30-ാം തീയതി പൈസ തരാമെന്നാണ് പറഞ്ഞത്. ഇതുവരെ ആ പൈസ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നെഗറ്റീവ്സ് ഇല്ലാതില്ല, ഈ ന്യൂസ് വരുന്നതുകൊണ്ട് നെഗറ്റീവ്സ് ഇല്ലാതില്ല. ആന്റി പെരുമാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു,
ഷിബു നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഇത് വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും മോനെ, ഇങ്ങനെയാണ് വേർഡ് പറഞ്ഞത്. ഒരു പടത്തിലും ഇപ്പൊ എല്ലാ പടത്തിലും സൈബർ സിസ്റ്റമാണ്, ഏത് പടത്തിൽ നിങ്ങൾക്ക് നോക്കിയാലും. പക്ഷെ ഇന്നേ വരെ പടത്തിൽ ഷിബു ജോർജ് വൈഫിന്റെ പേര് എങ്ങും നിങ്ങൾ കണ്ണാണത്തില്ല. അങ്ങനെ ഒരാളെ പറ്റി ഇങ്ങനെ ഇത്രയും ഫ്രോഡ് ഒരേ ഒരു ടീമിൽ ഇത്രയും പൈസ പോയ ശേഷം പുള്ളിക്ക് ഇപ്പം മുരളിയുടെ പൈസ പോയിട്ടുണ്ട്, എന്റെ പൈസ പോയിട്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരുടെയും പൈസ പോയിട്ടുണ്ട്. പുള്ളി വന്ന് അറിഞ്ഞുകൊണ്ട് വന്ന് ഈ കണ്ണേറിന് വന്ന് കൊള്ളാത്ത കണ്ണേറിന് എനിക്ക് അയച്ചെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മുരളി ആസ് എ ബിസിനസ് പുള്ളിക്ക് വലിയ തെറ്റാണ്, പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാതെ പുള്ളിക്ക് വലിയ തെറ്റാണ് അത് വന്നത്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൈസ പോയി. പക്ഷെ എൻ്റെ ഇടയിൽ കളിക്കുന്ന ആൾക്കാർ വേറെയാണ്, ഈ ത്രിവിക്രമനെ പോലുള്ള ആൾക്കാരാണ്. പുള്ളിക്ക് ഞാൻ കൊടുത്ത പൈസ തിരിച്ചു തരാതിരിക്കാൻ വേണ്ടി ഇവരെ കൊണ്ട് ഈ പാവ കളിപ്പിക്കുക, അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം. അതാണ് നടക്കുന്നത്. എനിക്ക് വന്ന് മുരളിയായിട്ട് യാതൊരു, അതായത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ചോദ്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ.